അല്ലാഹുവിന്റെ റഹ്മത്തിന് കാരണമായ കാര്യം സക്കാത്ത് കൊടുക്കുന്നുണ്ടോ, അള്ളാന്റെ റഹ്മത്ത് കിട്ടും. എന്തിനൊക്കെയാ സക്കാത്ത് കൊടുക്കേണ്ടത്? 4 തരം വിഹിതങ്ങൾക്കുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഒന്ന് സ്വത്തിനാണ്, പൈസ, സ്വർണം, വെള്ളി, അങ്ങനെയുള്ള സമ്പത്തായി നിങ്ങളുടെ അസറ്റായി എന്തൊക്കെ ഉണ്ടോ അതിന് സക്കാത്ത് കൊടുക്കും. അതിന് അങ്ങനെ കൊടുക്കുക. അതിന് എല്ലാവരും കൊടുക്കേണ്ട 1000, 2000, 3000 രൂപ നമ്മുടെ കയ്യിലുള്ളൂ, ഒരു വർഷം തികഞ്ഞ് ആകെ നമ്മുടെ കയ്യിൽ അസറ്റായിട്ടുള്ളത്, ഇനി കൊടുക്കണ്ടാവില്ല. 595 ഗ്രാം വെള്ളി ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഏകദേശം 65,450 രൂപയുടെ പണം നമ്മുടെ കയ്യിലുണ്ടോ? ഒരു കൊല്ലമായിട്ട് നമ്മളതിൻ്റെ സൂക്ഷിപ്പുകാരനാണോ? നമ്മളതിന് സക്കാത്ത് കൊടുക്കണം. 2.5% കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ആണോ അതിൻ്റെ 40 കൊണ്ട് ഹരിച്ചാൽ 2.5% കിട്ടി. സ്വർണമാണോ നമ്മുടെ കയ്യിലുള്ളത്, നമ്മൾ ധരിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, ലോക്കറിൽ വെക്കുന്നു, അണിയാൻ വേണ്ടി ആർക്കോ കൈവശം കൊടുത്തിരിക്കുന്നു, സ്വത്തായി സ്വർണമായി നമ്മുടെ കയ്യിലുണ്ടോ? 2.5%, 10.5 പവനിൽ കൂടുതലുള്ളവരൊക്കെ കൊടുക്കണം. വീട്ടുകാരൊക്കെ കൃത്യമായി ഇത് പഠിപ്പിക്കണം. ഭാര്യ ഇട്ട് അണിഞ്ഞ് നടക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതിനേക്കാൾ നമ്മളെ വേദനിപ്പിക്കണം. അത് കൊടുക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത ആഭരണം ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വാചകങ്ങൾ. 2ാമത് സക്കാത്ത് കൊടുക്കേണ്ടത് കച്ചവട വസ്തുക്കൾക്കാണ്. ഈ ചക്കരക്കൽ പരിസരത്ത് അങ്ങാടിയിലെ കച്ചവടക്കാരൊക്കെ മാന്യമായ രൂപത്തിൽ സക്കാത്ത് ശരിക്ക് പഠിച്ച് സക്കാത്തിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അത് കൊടുക്കാൻ തുടങ്ങിയുണ്ടല്ലോ, നമ്മുടെ നാട് എത്ര പുരോഗതിപ്പെടുന്നറിയോ. മഹാനായ ഉമർ ഖത്താബ് തങ്ങളുടെ അരികിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അയാൾ പറഞ്ഞു, എനിക്ക് ഈ അങ്ങാടിയിൽ ഒരു കച്ചവടം, ഒരു ഷോപ്പ് തുടങ്ങണം. ഉമർ ഖത്താബ് തങ്ങൾ തിരിച്ചു ചോദിച്ചു, താങ്കൾ ഫിഖ്ഹു തിജാറ പഠിച്ചിട്ടുണ്ടോ? ഇസ്ലാമിലെ കച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ പാടുള്ളതും പാടില്ലാത്തതും നീ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. 1 മാസം കൂടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പെർമിഷൻ കൊടുത്തില്ല, പേപ്പർ ഒപ്പിട്ട് കൊടുത്തില്ല, സമ്മതം കൊടുത്തില്ല. ഇസ്ലാമിലുള്ള കച്ചവടം എന്താണെന്ന് പഠിച്ചിട്ട് വന്നിട്ട് തുടങ്ങിയാൽ മതി. നമ്മൾ അങ്ങനല്ല, എല്ലാം തുടങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഫത്വക്ക് വരിക. ഞാൻ ചെയ്യുന്ന കച്ചവടം ശരിയാണോ എന്ന് ചോദിച്ചറിയാൻ എപ്പോഴാണ് വരിക? കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വരിക. ആദ്യം പഠിക്കണം, എൻ്റെ കച്ചവട മാർഗം എൻ്റെ കുടുംബത്തിൻ്റെ റിസ്ക്കാണ്, അതിൽ ഹറാമ് കയറി വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കച്ചവടത്തിൻ്റെ സ്റ്റോക്ക് എടുത്ത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ വരവ് ചെലവുകളൊക്കെ കണക്ക് കൂട്ടിയിട്ട് നേരത്തെ പറഞ്ഞ 65,450 കൂടുതലുണ്ടോ? അയാൾ സക്കാത്ത് കൊടുക്കുക. 2.5%. കൃഷിയുണ്ടോ? കാലികളുണ്ടോ? 3ാമത്തെ അതാണ്, കൃഷിക്കും കന്നുകാലികൾക്കും ഒക്കെ സക്കാത്തുണ്ട്. 4ാമത്തേത് നിധിയായിട്ട് വല്ലതും നമുക്ക് കിട്ടിയാൽ അതിനുമൊക്കെ സക്കാത്തുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു പള്ളിയുടെ പരിസരത്ത് നമുക്ക് ഏറ്റവും സൗകര്യമായ ഒരു സക്കാത്ത് സെല്ല് സംവിധാനമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ, കണക്ക് കൂട്ടാനും വിതരണം ചെയ്യാനും വേണ്ടതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരായി നമ്മളെ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ വർഷവും അതിന് വേണ്ടുന്ന സൗകര്യം നൽകി. അൽഹംദുലില്ലാ, കഴിഞ്ഞൊരു വർഷം 1,00,000 രൂപയിലധികം ആളുകൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം സംഖ്യ നൽകുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ സംഖ്യ ഈ നാട്ടിലെ സക്കാത്തിൻ്റെ 8 അവകാശികളിലെ അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് സുഭദ്രമായി യാതൊരു അഭിമാനക്ഷതവും ഏൽപ്പിക്കാത്ത രൂപത്തിൽ അവരുടെ പഠനത്തിന്, ചികിത്സക്ക്, കുടുംബ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ സഹകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അർഹരായ ആളുകളിലേക്ക് ഒരു കുടുംബത്തിൻ്റെ സക്കാത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നീക്കം ചെയ്യലാണ്. ആൾക്കാർ ചോദിക്കും, ഹോസ്പിറ്റലിലുള്ള രോഗിക്ക് കൊടുക്കാൻ പറ്റുമോ, മറ്റേ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ, ആ കുടുംബത്തിൽ അളാപ്പ ചെറിയൊരു പ്രശ്നത്തിൽ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യ പരിഗണന സക്കാത്ത് ദാരിദ്ര്യം കുടുംബത്തിൽ നിന്ന് നീക്കം ചെയ്യലാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ആള് സക്കാത്തിന്റെ അവകാശി അൽ ഫഖീർ, ദരിദ്രൻ, വൽ മിസ്കീൻ, സാധു മനുഷ്യൻ, അയാളെ വരുമാനം കൊണ്ട് ഒത്തുപോകാത്ത മനുഷ്യൻ, വൽ ഗാരിം, കടം കൊണ്ട് വലഞ്ഞവൻ. 10 റുപ്യ, 200 റുപ്യ, 2 ലക്ഷം റുപ്യ, 1000 അല്ലെങ്കിൽ 1.5 ലക്ഷം റുപ്യ കടം ഉണ്ട്, സക്കാത്ത് കൊടുക്കണില്ല. കടമുള്ളവൻ എന്നല്ല, കടം കൊണ്ട് വലഞ്ഞവൻ. കടമുള്ള ഒരു സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ആരും കൊടുക്കില്ല. കടം കൊണ്ട് പൊറുതിമുട്ടിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ 8 അവകാശികളുണ്ട്. നമ്മളത് കൃത്യമായി ആ രൂപത്തിൽ നമ്മൾ ഇടപെട്ടാൽ നമുക്ക് ഒരുപാട് വലിയ സഹായം ചെയ്തൊരു നാടിനെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധിയും വരുമാനവും വർധനവും അള്ളാഹു നൽകുമാറാകട്ടെ. സക്കാത്തിൻ്റെ പൂർണ്ണമായ കണക്കനുസരിച്ച് ഒരു പിശുക്കുമില്ലാതെ അത് നൽകാനുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ നമസ്കാരത്തിന്